കേസിൽപ്പെട്ട ഒരാളും ഒരിക്കലും എനിക്കിതിന് മുമ്പ് പിടിച്ചിട്ടുള്ളത് ഒരിക്കലും പറയില്ല. കാരണം അത് ഈ മയക്കുമരുന്ന് കേസിൻ്റെ പ്രത്യേകത, ഈ കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ ഈ നിയമത്തിൽ 31 ക്യാപിറ്റൽ എയിൽ പറയുന്നുണ്ട്. ഇത് ഈ നിയമത്തിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം. അതിൽ കുറ്റം ആവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ബൾക്ക് ക്വാണ്ടിറ്റി കടത്തിക്കൊണ്ടുവന്ന് കുറ്റം ആവർത്തിക്കുന്നവർക്ക് ഈ നിയമത്തിൽ ഒരു സെക്ഷൻ പറയുന്ന ശിക്ഷ വധശിക്ഷയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പിടിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളത് സ്വമേധയാ ആരും അങ്ങനെ പറയാറില്ല. ഈ നമ്മളെ അന്വേഷണത്തിൽ ഇവരുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിട്ടും മറ്റ് പോലീസ് ഏജൻസികളായിട്ടും റെയിൽവേ പോലീസുമായിട്ടും ഇത്തരം കേസുകൾ എടുക്കുന്ന ഏജൻസികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾക്കൊരു മറ്റേ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട് എക്സൈസിൽ. അവിടെ ഇവരുടെ പേരിൽ വല്ല കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതുപോലെ പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും ഇത്തരം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടോ എന്നെല്ലാം അന്വേഷണത്തിലാണ് നമ്മളിത് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു 5 ഗ്രാം കഞ്ചാവ് നമ്മൾ 500 രൂപ കൊടുക്കണം. അപ്പോൾ റീറ്റെയിലായിട്ട് ഇതിൻ്റെ വില എറണാകുളം ജില്ലയിൽ പറയുകയാണെങ്കിൽ കിലോന് 1 ലക്ഷം രൂപ ഇന്ത്യയിൽ. ഇപ്പോൾ 116 കിലോ എന്ന് പറയുമ്പോൾ 1,16,00,000, ഏകദേശം 1.25 കോടി രൂപ നമുക്ക് ഇവിടെ എറണാകുളത്ത് മാർക്കറ്റിൽ വിലയുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതേസമയം ഇത് നമ്മളെപ്പോഴും മയക്കുമരുന്നിൻ്റെ സീസണുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ റേറ്റിലാണ് അതിൻ്റെ കണക്കെപ്പോഴും പറയുക. അപ്പോൾ അമേരിക്കയോ കാനഡയോ അവിടേക്ക് $1 കിലോ കഞ്ചാവിന് 25 ലക്ഷം രൂപ വരെ, $25,000 വരെ. അതെ, ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു ക്യാച്ച് എക്സൈസ് വകുപ്പിൽ ഇല്ല. അപ്പോൾ കാരണം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം എക്സൈസ് വകുപ്പ് ഈ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം 368 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്, ഏകദേശം 1.5 മാസ കാലയളവിൽ. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഒറ്റ സീസറായിട്ട് ഇതാണ് വരുന്നത്. എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സമീപകാലത്ത് പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ കേസാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 30 കോടിയുടെ മയക്കുമരുന്ന് അന്താരാഷ്ട്ര വില നിലവാരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ കഞ്ചാവിൻ്റെ അന്താരാഷ്ട്ര അത് സാധാരണ നമ്മളിപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിന്നല്ല, ഇതിനു മുമ്പ് പോയിട്ടുള്ള പല കേസിൻ്റെ അന്വേഷണത്തിലും അവിടെ 1 കിലോ ഒരു 3 to 5, 3000 to 5000 രൂപ ആണ് അവിടുത്തെ റേറ്റ്. ഉണ്ട്. ആ നെറ്റ്വർക്ക് നമ്മൾ ഒന്നിൻ്റെ സ്ഥലങ്ങളും ആളുകളെയൊക്കെ സംശയിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലെ അന്വേഷണത്തിലാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുക. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നമ്മൾ അവരിൽ എത്താനുള്ള ചിലപ്പോൾ ഒരു സാധ്യത നമുക്ക് അതുകൊണ്ട് ആ അന്വേഷണം അടുത്ത ഘട്ടത്തിൽ ഇതിൻ്റെ വ്യക്തമായ അന്വേഷണം, മൊബൈൽ ടവറുകളും ഇവർ വിളിച്ചിട്ടുള്ള കോളുകളും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ കിട്ടുക. അപ്പോൾ എക്സൈസിൽ ഞങ്ങൾക്ക് ഈ സൈബർ സംവിധാനങ്ങളൊന്നും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോലീസിൽ ഇത് കൊടുത്ത് ടവർ ലൊക്കേഷനും ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളത് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നീങ്ങുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മലയാളി ഇൻവോൾവ്മെൻറ്റോ എറണാകുളത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. അല്ല, ആ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ അങ്കമാലി ഭാഗത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരുന്നു. ഈ അങ്കമാലി റേഞ്ച് ഇൻസ്പെക്ടർക്ക് ഒരു വിവരം ഉണ്ടായിരുന്നു, ഇങ്ങനെ വൻതോതിൽ കഞ്ചാവ് ആ മേഖലയ്ക്ക് വരുന്നുണ്ട് എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അല്ലാതെ ഇപ്പോൾ നമ്മളൊരിക്കലും ആ സമയത്ത് റെയ്ഡ് നമ്മൾ പട്രോളിങ് ശക്തമാക്കില്ലല്ലോ. അങ്ങനെ കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ മേഖലയിൽ ഓഫീസിലും യൂണിഫോമിലും റെയ്ഡ് ശക്തമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സീസൺ നമുക്ക് ലഭിച്ചത്. അത് ഒരു ദിവസത്തെ എഫേർട്ടല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അങ്കമാലി ടീം പല ഭാഗങ്ങളിൽ ഇങ്ങനെ പല വേഷത്തിലും ഭാവത്തിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ്.
ഇതിപ്പോൾ ഇവിടെ വിൽക്കാൻ ഒരുപാട് ടീമുകളുണ്ടാവും. ഇപ്പോൾ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് ഈ അന്വേഷണത്തിലാണ് വ്യക്തമാക്കാൻ പറ്റുക. അല്ലല്ല, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിരിക്കും. കാരണം ഇത് ഇപ്പോൾ 116 കിലോ ഇത് പറയുന്ന സമയത്ത് ഇത് സാധാരണ അറ്റ് എ ടൈം ഉപയോഗിക്കുന്ന 5 ഗ്രാമാണ്. അപ്പോൾ ഈ 5 ഗ്രാം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 24,000 ആളുകൾ ഇത് ഉപയോഗിക്കണം, 116 കിലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 24,000 ആളുകളുടെ കയ്യിൽ എത്തുന്ന ഒരു സോഴ്സാണ് ഈ കേസ് കണ്ടുപിടിച്ചതോടുകൂടി എക്സൈസ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അതായിരിക്കില്ല. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള റേറ്റ് കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അല്ല അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്ത് പലപ്പോഴും ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അതൊക്കെ അവരുടെ തീർച്ചയായിട്ടും ആദ്യത്തെ ഫസ്റ്റ് ആൾക്കാരൊന്നും അല്ല. ഇതിന് മുൻപ് അവരുടെ ഭാഷ അവരുടെ ഒറിയും ഹിന്ദി മാത്രമേ അറിയുന്നുള്ളൂ, മലയാളമില്ല. അല്ല, അവരിപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ആളെ പിടിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സിനെ കാണുമ്പോഴുള്ള ആ ഒരു ഭാവമാറ്റമൊന്നുമല്ല അവർക്ക് ഇതിനു മുമ്പും. തീർച്ചയായിട്ടും അതിപ്പോൾ അവരുടെ ഈ പറഞ്ഞ മൊബൈൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ലൊക്കേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഏതൊക്കെ ഡേറ്റിന് അവർ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഏകദേശം നമുക്ക് 1 വർഷം വരെയുള്ള ഇവരുടെ ഈ മൊബൈൽ ടവർ ഡീറ്റെയിൽസും കോൾ ഡീറ്റെയിൽസും കിട്ടും. അത് വെച്ചിട്ട് ഇവർ എത്ര തവണ അവിടെ വന്നു, ഇങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഇവരെ ചോദ്യം ചെയ്തിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുക. അതെ, ഇപ്പം അങ്കമാലിയിലും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ പാലിശ്ശേരി ആ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെയൊക്കെ നമ്മൾ സംശയിക്കുന്നുണ്ട്. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന സമയത്താണ് ഈ നെറ്റ്വർക്കിലേക്ക് ആരൊക്കെയൊക്കെയാണ് വരിക എന്നുള്ളത് അറിയാൻ പറ്റുക. ഇല്ല, തീർച്ചയായിട്ടും പോലീസ് ചെയ്യുന്നതും എക്സൈസ് ചെയ്യുന്നതും ലക്ഷ്യം ഒന്നും തന്നെയാണല്ലോ, ഇത് തടയുക എന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെ ബേസിക് ഇത്. തീർച്ചയായിട്ടും പോലീസ് ഞങ്ങളെക്കാൾ എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ടവർ ലൊക്കേഷൻ ആണെങ്കിലും കാൾ ഡീറ്റെയിൽസ് ആണെങ്കിലും അങ്ങനെ ഒരു സൈബർ വിങ്ങോ സൈബർ അനാലിസിസ് സംവിധാനങ്ങളോ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അതെല്ലാം കളക്ട് ചെയ്ത് അന്വേഷണം പോകുന്നത്. തീർച്ചയായിട്ടും ഇല്ലില്ല, ഇല്ല, പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്, സഹകരിക്കാറുണ്ട്. നല്ല സഹകരണമാണ്. പ്രത്യേകിച്ച് എറണാകുളത്തിലെ പോലീസ് നല്ല സപ്പോർട്ടാണ് എക്സൈസിന്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മൊബൈൽ നമ്പർ കിട്ടി, അത് മയക്കുമരുന്ന് ഒരാൾ കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ സേലത്തു നിന്നോ ചെന്നൈയിൽ നിന്നോ വരുന്നതാണ് എന്ന് പറയുന്ന സമയത്ത് ഉടനെ നമ്മൾ ടവറിൻ്റെ ആ വ്യക്തിയുടെ ഓരോ ടവർ നമ്മൾ ചോദിക്കും. അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് കൂടിയിട്ടാണ് നമുക്ക് ഇത്തരം വലിയ വലിയ കാശുകൾ കിട്ടുന്നത്.